കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്ന മേഖലയും ഉന്നത വിദ്യാഭ്യാസമാണെന്നും മന്ത്രി. അതിരപ്പള്ളിയിൽ കോഴിക്കൂട്ടിൽ പുലി കുടുങ്ങിയത് പ്രദേശത്ത് ആശങ്ക പരത്തി. വനപാലകർ എത്തും മുൻപ് കൂട് തകർത്ത് പുലി രക്ഷപ്പെട്ടതോടെ നിരീക്ഷണം ശക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഡിസംബർ വരെ തുടർന്നേക്കാമെന്ന് KSEB. ലോഡ് ഷെഡിംഗ് നീട്ടേണ്ടി വരുമെന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം നിലനിൽക്കുന്നതായും KSEB. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സ്മാർട്ട് കയ്പമംഗലം സംഘടിപ്പിച്ച അഭിനന്ദനീയം 2026 പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്ന മേഖലയും ഉന്നത വിദ്യാഭ്യാസമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ സ്മാർട്ട് കയ്പമംഗലം സംഘടിപ്പിച്ച അഭിനന്ദനീയം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി റോജി എം ജോൺ. നമ്മൾ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ലഭ്യമാക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള കേരള നോളജ് വാലി ഉൾപ്പെടെ അല്ലെങ്കിൽ മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഗ്ലോബൽ വാച്ച് ടവർ ഉൾപ്പെടെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആയാലും കേരള റിസർച്ച് പാർക്ക് ആയാലും ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ വരും തലമുറയ്ക്കുള്ള പ്രത്യേകമായിട്ടുള്ളൊരു കരുതലാണ് ഈ ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടികളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മത്സരം നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. എവിടെ ചെന്നാലും ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും നന്നായി ആ മത്സരത്തിൽ പങ്കെടുത്ത് കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള വിജയം ഉണ്ടാവുക. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണെന്നും ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്ന മേഖലയും ഉന്നത വിദ്യാഭ്യാസമാണെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും റോജിയും കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ലഭ്യമാക്കുന്നതിനായി സർക്കാർ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സ്മാർട്ട് കയ്പമംഗലം നേതൃത്വത്തിൽ SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്മാർട്ട് കയ്പമംഗലം ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ സംഭാവന നൽകിയ വ്യക്തികൾക്ക് പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. അതിരപ്പള്ളിയിൽ കോഴിക്കൂട്ടിൽ പുലി കുടുങ്ങിയത് പ്രദേശത്ത് ആശങ്ക പരത്തി. വനപാലകർ എത്തും മുൻപ് കൂട് തകർത്ത് പുലി രക്ഷപ്പെട്ടതോടെ നിരീക്ഷണം ശക്തമാക്കി. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് പുലി കുടുങ്ങിയത്. അതിരപ്പള്ളി പഞ്ചായത്തിലെ 2ാം വാർഡിലെ പണ്ടാരംപാറ ചക്കാലക്കൽ റോയിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് പുലി കുടുങ്ങിയത്. കോഴികളുടെ ശബ്ദം കേട്ട് പരിശോധിച്ച വീട്ടുകാർ കൂടിനകത്ത് പുലിയെ കണ്ടെത്തുകയായിരുന്നു. ഉടനെ തന്നെ വനപാലകരെ വിവരം അറിയിച്ചെങ്കിലും അവർ സ്ഥലത്തെത്തും മുൻപ് കൂടിന്റെ മറുഭാഗം തകർത്ത് പുലി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സമീപത്തെ ആച്ചാണ്ടി യാക്കോബിന്റെ വളർത്തുനായെ പുലി പിടികൂടിക്കൊന്നത്. തുടർച്ചയായ വന്യമൃഗ സാന്നിധ്യം പ്രദേശവാസികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് കൊന്നക്കുഴി സ്റ്റേഷനിലെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയെ പിടികൂടുന്നതിനായി പ്രത്യേക കൂട് സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലാണ് വനം വകുപ്പ്. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഡിസംബർ വരെ തുടർന്നേക്കാമെന്ന് KSEB. നിലവിലെ സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് നീട്ടേണ്ടി വരുമെന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം നിലനിൽക്കുന്നതായും KSEB അറിയിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ഡിസംബർ വരെ തുടരുമെന്ന് KSEB വ്യക്തമാക്കി. പ്രതിസന്ധി തുടരുകയാണെങ്കിൽ ലോഡ് ഷെഡിംഗ് നീട്ടേണ്ടി വരുമെന്നും വില നിയന്ത്രണം മറികടന്നും വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യമുണ്ടാകുമെന്നും KSEB അറിയിച്ചു. ഇക്കാര്യം ഔദ്യോഗികമായി റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 1 യൂണിറ്റ് വൈദ്യുതി വാങ്ങുന്നതിനുള്ള ഉയർന്ന പരിധി 10 രൂപയാണ്. എന്നാൽ ഈ മാസത്തേക്ക് നടത്തിയ ടെൻഡറിന് ആരും ബിഡ് സമർപ്പിച്ചിട്ടില്ലെന്നും KSEB വ്യക്തമാക്കി. വായ്പയായി വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ട ബാധ്യതയും റിസർവോയറുകളിലെ ജലനിരപ്പ് കുറഞ്ഞതും പ്രതിസന്ധിക്ക് പ്രധാന കാരണങ്ങളാണെന്ന് അധികൃതർ പറയുന്നു. ജൂൺ 30 വരെ വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെ നിയന്ത്രിതമായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായേക്കാമെന്ന് KSEB നേരത്തെ അറിയിച്ചിരുന്നു. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ കുറവ് സംഭവിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കിയതായി KSEB വ്യക്തമാക്കുന്നു. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ നഗരത്തിലെ സ്വരാജ് റൗണ്ടിന് സമീപം പ്രവർത്തിച്ചിരുന്ന അനാശാസ്യ കേന്ദ്രത്തിൽ നടന്ന കൊലപാതകം നഗരത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശിയായ യുവാവാണ് മരിച്ചത്.
സംഭവത്തിൽ 4 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ ഒരാളെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ നഗരഹൃദയമായ സ്വരാജ് റൗണ്ടിന് സമീപത്തെ കോരപ്പത്ത് ലൈനിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ കേന്ദ്രത്തിലാണ് കൊലപാതകം നടന്നത്. ഒഡീഷ സ്വദേശിയായ ധൻപത് നായിക്കാണ് ചികിത്സയിലായിരിക്കെ മരിച്ചത്. കഴിഞ്ഞ 18-ാം തീയതി രാത്രി 10 മണിയോടെയാണ് സംഭവം. പണത്തെ ചൊല്ലിയുണ്ടായ തർക്കം സംഘർഷത്തിലേക്ക് മാറിയതോടെയാണ് ആക്രമണം നടന്നതെന്ന് പോലീസ് പറയുന്നു. 4 സ്ത്രീകളും 2 പുരുഷന്മാരും ഉൾപ്പെടുന്ന സംഘമാണ് ധൻപതിയെയും കൂടെയുണ്ടായിരുന്നവരെയും ആക്രമിച്ചതെന്നാണ് വിവരം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ധൻപതി നായിക് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് രാവിലെ മരണപ്പെട്ടു. മറ്റൊരാൾക്ക് ചെറിയ പരിക്കേറ്റതായും ചികിത്സ തേടി ഡിസ്ചാർജ് ചെയ്തതായും അറിയുന്നു. ഒഡീഷ സ്വദേശികൾ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. നഗരത്തിലെ ജനവാസ മേഖലയായിട്ടും വീടിന്റെ പിൻവശം വഴിയായിരുന്നു പ്രവേശനം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിരുന്നു പ്രവേശനം അനുവദിച്ചിരുന്നത്. സംഭവത്തിൽ 4 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ ഒരാളെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. പോലീസ് മർദ്ദനമേറ്റതായി പരാതി ഉയർന്ന പുല്ലൂറ്റ് സ്വദേശി ആശുപത്രിയിലെത്തി സന്ദർശിച്ച് മുൻ MLA-യും CPI മണ്ഡലം സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ. സംഭവത്തിൽ ബന്ധപ്പെട്ട SI-ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് റൂറൽ SP-യുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. പോലീസ് മർദ്ദനമേറ്റതായി പരാതി ഉയർന്ന പുല്ലൂറ്റ് നാരായണമംഗലം കുര്യാപ്പള്ളി ഷെരീഫിന്റെ മകൻ ഷറഫിനെ മുൻ MLA-യും CPI മണ്ഡലം സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. കയ്പമംഗലം സ്റ്റേഷനിലെ SI അജാസുദ്ദീനെതിരെ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റൂറൽ SP-യുമായി ഫോണിൽ സംസാരിച്ചതായും അദ്ദേഹം അറിയിച്ചു. പോക്സോ കേസിൽ പ്രതിയായ സഹോദരനെ അന്വേഷിച്ചെത്തിയ പോലീസിനോട് തനിക്ക് അറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞെങ്കിലും ഷറഫിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. അനിയൻ ചെയ്ത തെറ്റിന് നിരപരാധിയായ ജ്യേഷ്ഠനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസിന്റെ നടപടി മനുഷ്യത്വത്തിന് നിരക്കാത്തതാണെന്ന് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ആരോപിച്ചു. ജില്ലാ കൗൺസിൽ അംഗം PP സുഭാഷും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുഴിക്കാട്ശ്ശേരി ഗ്രാമിക ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം വിക്ടോറിയ പ്രദർശിപ്പിച്ചു. പ്രദർശനത്തിന് ശേഷം സംവിധായികയുമായി സംവാദവും നടന്നു. ചിത്രത്തിന് ഈ വർഷത്തെ മോഹൻ രാഘവൻ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കുഴിക്കാട്ശ്ശേരി ഗ്രാമിക ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിവരഞ്ജിനി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം വിക്ടോറിയ പ്രദർശിപ്പിച്ചു. നവാഗത വനിതാ സംവിധായകർക്കുള്ള KSFDC സാമ്പത്തിക സഹായത്തോടെ കഴിഞ്ഞ വർഷം നിർമ്മിച്ച ഈ ചിത്രം കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം, ഷാങ്ഹായ് രാജ്യാന്തര ചലച്ചിത്രോത്സവം, അറ്റ്ലറ്റ് ചലച്ചിത്രോത്സവം തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മികച്ച ചിത്രം, മികച്ച നവാഗത സംവിധായിക, മികച്ച നടി തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ചിത്രത്തിന് ഈ വർഷത്തെ മോഹൻ രാഘവൻ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പ്രദർശനത്തിന് ശേഷം സംവിധായികയുമായി നടന്ന സംവാദത്തിൽ KV ശ്യാം അധ്യക്ഷനായി. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് US അജയ്കുമാർ, സെക്രട്ടറി VP ഗൗതം, മാർട്ടിൻ മേനാച്ചേരി, വിൽസൺ ആന്റണി, KV ഹനീഫ, KS റാഫി, കരീം K പുറം, MM ബാബു, VR മനു പ്രസാദ് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ജവഹർ ബാൽ മഞ്ച് തൃശൂർ ജില്ലാ ക്യാമ്പ് അന്നമനടയിൽ നടന്നു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ പ്ലസ് ടു പഠനം പൂർത്തീകരിച്ചതിന് ശേഷം പോളിടെക്നിക്കിലേക്ക് കടന്നതിന് ശേഷമാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടാകുന്നത്. 17-16 വയസ്സിലാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടാകുന്നത്. അപ്പോൾ അതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് സമയത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടെ തിരഞ്ഞെടുപ്പിൻ്റെ സ്കോഡ് പോകുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ആകെയുള്ള ബന്ധമെന്ന് പറയും. ഇവിടെ ഇപ്പോൾ നമ്മുടെ കുറേ കുട്ടികളെ ഈ ഒരു പ്രായത്തിൽ ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിരുത്താനും കോൺഗ്രസിനെ പറ്റി പറയാനും കോൺഗ്രസിനെ പറ്റി പഠിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം ആ രാജ്യ അടിസ്ഥാനത്തിൽ തന്നെ ദേശീയ തലത്തിൽ തന്നെ ജവഹർ ബാൽ മഞ്ചിൻ്റെ പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഇത് ആദ്യം ആരംഭിച്ചത് കേരളത്തിലാണ്. APCC പ്രസിഡന്റ് ശ്രീ ഗണേശനെതിരെ അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്ന സമയത്താണ്. ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് N ഗിരീഷ് അധ്യക്ഷനായ ക്യാമ്പിൽ സുരേഷ് K കരുണൻ മുഖ്യപ്രഭാഷണം നടത്തി. ശോഭന ഗോകുൽനാഥ്, അമൻ അൻസാർ, അബ്ദുൽ ഹാദി ഹസൻ, KN സജീവൻ, സുനിത സജീവൻ, സുഭാഷിണി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ വടക്കങ്കര മഹലിൽ നിന്നും പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മഹലിലെ 3 മദ്രസകളിലെ എല്ലാ ക്ലാസ്സിലെയും ഉയർന്ന ഹാജർ നിലവാരം നേടിയവരെയും ആദരിച്ചു. മഹൽ ഖത്തീബ് അബ്ദുറഹ്മാൻ ഭാഗവി ഉദ്ഘാടനം നിർവഹിച്ചു. മഹൽ പ്രസിഡന്റ് CK അബ്ദുസലാം അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മഹൽ സെക്രട്ടറി KH മുഹമ്മദ് അലി, തോപ്പിൽ ബഷീർ എന്നിവർ സംസാരിച്ചു. ലോകം മുഴുവൻ കാൽപന്ത് കളിയുടെ ആവേശത്തിലായിരിക്കുമ്പോൾ കുഴിക്കാട്ടുശ്ശേരി സമീപത്തും ആവേശത്തിരയിലാണ് ഫുട്ബോൾ ആരാധകർ. 7 സ്ട്രോക്ക് ടീമിന്റെ നേതൃത്വത്തിൽ ഏകദേശം 120 അടി വലിപ്പത്തിലുള്ള ഭീമൻ ഫ്ലെക്സ് ബോർഡും ബ്രസീൽ, അർജന്റീന എന്നിവ വമ്പൻ ടീമുകളുടെ അരങ്ങുകളും കൊണ്ട് പ്രദേശമാകെ അലങ്കരിച്ചിരിക്കുന്നു.
കാൽപന്ത് കളിയുടെ ആരവം ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലെക്സ് ബോർഡുകൾ, അതുപോലെ തന്നെ ഇനി ഒരു നറുക്കെടുപ്പ് വയ്ക്കുന്നുണ്ട്, പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ട് മത്സരം നടത്തുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടികളുടെ ഈ ക്ലബ്ബ് ഉയർന്നു വരണം, നന്നായി അവർ നല്ല ഭാവിയിലെ താരങ്ങളാകാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കുഴിക്കാട്ടിശ്ശേരിയിൽ ഞങ്ങൾ ഇവിടെ ഈ ലോകകപ്പ് മത്സരങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ 3 ദിവസമാണ് യുവതലമുറ കഠിനാധ്വാനം ചെയ്തത്. കുട്ടികൾ ഒരുക്കിയ ഈ പ്രയത്നം നാടിന്റെ ഫുട്ബോൾ സ്നേഹത്തെ അടയാളപ്പെടുത്തുകയാണ്. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തി. ആളൂർ പ്രസിഡൻസി ഹാളിൽ നടത്തിയ യോഗ ദിനാചരണം ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ നിർവഹിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പുല്ലാങ്കുഴൽ വാദ്യകലാകാരൻ EA പ്രകാശൻ മുഖ്യാതിഥിയായിരുന്നു. യോഗ ഇൻസ്പെക്ടർ VK സുകുമാരൻ യോഗദിന സന്ദേശം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK ബൈജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ സന്തോഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹെലൻ ചാക്കോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TI ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV രാജു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AS മാനസ എന്നിവർ സംസാരിച്ചു. ആത്മഹത്യകൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയായ ജനകീയ ഐക്യവേദിയുടെ ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ രൂപീകരണ യോഗം നടത്തി. ചാലക്കുടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നടത്തിയ രൂപീകരണ യോഗം ജനകീയ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് MK ഷൈജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് VG അനിൽ അധ്യക്ഷത വഹിച്ചു. കലാസാഹിത്യ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശശി നെട്ടശ്ശേരി, ജനകീയ ഐക്യവേദി സംസ്ഥാന ട്രഷറർ KV ബാബു, ഫാത്തിമ അബു, ഹേമലത കരുനാഗപ്പള്ളി, VK സുരേഷ് എന്നിവർ സംസാരിച്ചു. CPIM കൊടകര, കൊപ്രക്കളം, ആനത്തറം ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. CM ബബീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ SLC, +2 തുടങ്ങിയ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്ന മേഖലയും ഉന്നത വിദ്യാഭ്യാസമാണെന്നും മന്ത്രി. അതിരപ്പള്ളിയിൽ കോഴിക്കൂട്ടിൽ പുലി കുടുങ്ങിയത് പ്രദേശത്ത് ആശങ്ക പരത്തി. വനപാലകർ എത്തും മുൻപ് കൂട് തകർത്ത് പുലി രക്ഷപ്പെട്ടതോടെ നിരീക്ഷണം ശക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഡിസംബർ വരെ തുടർന്നേക്കാമെന്ന് KSEB. ലോഡ് ഷെഡിംഗ് നീട്ടേണ്ടി വരുമെന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം നിലനിൽക്കുന്നതായും KSEB. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.